നമ്മൾ മുട്ട കൊണ്ടുണ്ടാക്കുന്ന മയോണൈസില്ലേ, അതിനേനും ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ് കേട്ടോ. വെളുത്തുള്ളി ഒരു 3 അല്ലി ഇടുക. നന്നായിട്ട് വേവിച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ വെന്ത് കിട്ടണം. അത് ആവശ്യത്തിന് ഇടുകയാണ്. ബാക്കിയുള്ള കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാമല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, ഒരു മൂടി സുർക്ക, പിന്നെ അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് പാലാണ്. അപ്പോൾ മക്കൾക്ക് കാച്ചി വെച്ച പാലുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഞാൻ ഒഴിക്കുകയാണ്. ഈ പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പാലൊഴിച്ചിട്ടുള്ളൂ. പാലൊഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇതിലേക്ക് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള അസ്സൽ മയോണൈസാവും. ഇതിൻ്റെ രുചിയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. നല്ല കട്ടിയിലുള്ള കിടിലൻ മയോണൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.